നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്തെ CPM നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് CPM സ്ഥാനാർത്ഥികൾക്ക് നേതാക്കന്മാരോട് ഒരു അപേക്ഷയുള്ളൂ. നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ചിന്താ ജെറോമിനെ ഈ പറയുന്ന ഇലക്ഷൻ പരിപാടിക്ക് വിട്ട്, പ്രത്യേകിച്ച് പ്രചരണങ്ങളിൽ വിട്ട്, വല്ല മണ്ടത്തരവും വിളിച്ചു പറഞ്ഞ് ഉള്ള വോട്ട് വിഹിതവും കൂടി കുറച്ചു തരല്ലേ എന്നൊരു അപേക്ഷയാണ് ഇപ്പോഴുള്ള കൊല്ലത്തെ പ്രധാനപ്പെട്ട CPM സ്ഥാനാർത്ഥികളുടെ ഒരു അപേക്ഷ. AKG സെന്ററിൽ കൂട്ട ഹർജി പോലെയുള്ള അല്ലെങ്കിൽ ഒപ്പിട്ട ഒരു ഭീമ ഹർജി തന്നെ AKG സെന്ററിൽ കിട്ടിയിരിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം ഈ പറയുന്ന കൊല്ലത്തുള്ള പാർട്ടി പരവുമായി ബന്ധപ്പെട്ടുള്ള പല ആളുകൾക്കും കൊല്ലത്തെ സ്ഥാനാർത്ഥികളോട് ഒരു ചെറിയ സ്നേഹമൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്, പ്രത്യേകിച്ചും CPM നേതാക്കന്മാരോട്. പക്ഷേ അത് ഈ ചിന്താ ജെറോമിന്റെ ഒറ്റ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ തന്നെ അപ്പാടെ താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് സ്ഥാനാർത്ഥികൾ തന്നെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചിന്താ ജെറോമിനെ വിട്ട് ഇങ്ങനെ ഉപദ്രവിക്കരുതേ എന്നാണ് അവരുടെ പ്രാർത്ഥന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മനോരമയുടെയും മറ്റ് മാധ്യമങ്ങളുടെയും ഒക്കെ തന്നെ ചർച്ചയിൽ ചിന്താ ജെറോം പങ്കെടുക്കുന്നു. അത് അടഞ്ഞ മുറിയിലുള്ള ചർച്ചകളല്ല, പുറത്ത് വിശാലമായി സാധാരണക്കാരായ ജനങ്ങൾക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു തുറന്ന മൈതാനത്തുള്ള ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ അപ്പമുള്ള ഡോസ് കൃത്യമായി തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തയുടെ മുഖത്ത് നോക്കി നല്ല ഭേഷന് കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇത് ചിന്തയ്ക്കിട്ട് മാത്രമല്ല, ചിന്ത പറയുന്ന ഈ മണ്ടത്തരവും പൊട്ടത്തരവും വെടുവായിത്തരവും കേട്ട് ഉള്ള വോട്ട് കൂടെ പോകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ CPM-ലെ സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, ഉപദ്രവിക്കരുതേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ളതാ. അതായത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വിപുലീകരിച്ച് കാണിക്കുക, എന്ത് പറഞ്ഞാലും അവസാനം പൊതിച്ചോറിൽ വന്ന് അവസാനിക്കുക, എന്ത് പറഞ്ഞാലും മോദിയെ കുറ്റം പറയുക, എന്ത് പറഞ്ഞാലും പിണറായി വിജയനെ പുകഴ്ത്തിപ്പാടുക, കൊടുക്കാത്ത ക്ഷേമ പദ്ധതികൾ കൊടുത്തു എന്ന് പറയുക, ഇല്ലാത്ത വികസനങ്ങൾ ചെയ്തു എന്ന് പറയുക, ഉള്ള റോഡുകളൊക്കെ തന്നെ കുഴികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വികസനങ്ങൾ നടത്തുന്നു എന്ന് അവിടെ ഈ റോഡിൽ ഈ കുഴിയിലൊക്കെ വീണ് ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി ഇത്തരം കള്ളത്തരം വിളിച്ചു പറയുമ്പോൾ ആരാണ് മാഷേ വോട്ട് കൊടുക്കുക എന്ന് പലരും ചോദിച്ചു പോവുകയാണ്. എന്തായാലും ഒരു മടിയുമില്ല, ജനങ്ങൾ കൈവച്ച് തുടങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ചിന്താ ജെറോമിനെ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെയെങ്കിൽ ചിന്താ ജെറോമിനെ സ്ഥാനാർത്ഥിയാക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ AKG സെന്ററിലെ മുതിർന്ന കാർന്നോമാർക്ക് തന്നെ അറിയാം, ചിന്തയെ നിർത്തിയാൽ പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടില്ല എന്ന് AKG സെന്ററിലെ കാർന്നോമാർക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാണ് മനഃപൂർവ്വം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചിന്തയെ ഇത്തരത്തിൽ ഇറക്കുന്നത് എന്ന ചോദ്യം ആവർത്തിച്ച് അവർ ചോദിക്കുകയാണ്. എന്നാലും ചിന്താ ജെറോമിന് തന്നെ മനസ്സിലായിരിക്കുന്നു, ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ വെടിപ്പാവില്ല, പണി 8ന്റെ ആയിരിക്കില്ല 16ന്റെ, അത് അങ്ങ് AKG സെന്ററിൽ നിന്ന് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നീ വാ തുറന്നേക്കരുത് എന്ന് പോലും പറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ജേക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ജേക്ക് ഇപ്പോൾ അമ്പലമണി പോലെ ആയിരുന്നല്ലോ, അതായത് ആർക്ക് വേണമെങ്കിലും കൊട്ടിയിട്ട് പോകാൻ പറ്റുന്ന തരത്തിലായിരുന്നു ജേക്കിന്റെ ഒരു അവസ്ഥ. അത് സ്വയമേവ മനസ്സിലാക്കിക്കൊണ്ട് ജേക്ക് തന്നെ ഒന്ന് ഒതുങ്ങി മാറിയിട്ടുണ്ട്. ജേക്കിന്റെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോടും. അത് പല ചർച്ചയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ മുൻപുള്ള ശൗര്യവും വീര്യവും അതുപോലെ തന്നെ ആ കടിച്ച പൊട്ടാത്ത വാക്കുകളുടെ ഒരു അമ്മാനമാടലും ഒന്നും തന്നെ ജയിക്കിന് ഇപ്പം ഇല്ല. കാരണം ജയിക്ക് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ തന്നെ ഒന്ന് നോക്കി സ്വയം വിലയിരുത്തൽ ആരംഭിച്ചു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ജയിക്ക് ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. പക്ഷേ ചിന്തയ്ക്ക് അങ്ങനെയല്ല. ചിന്തയ്ക്ക് എത്ര കിട്ടിയാലും ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ, ആ തൊലിക്കട്ടി മനക്കട്ടി അതങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോവുകയാണ്. എന്തായാലും ആ ഭീമ ഹർജിയിൽ AKG സെന്റർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ കൊല്ലത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിന് ഇത്തരത്തിൽ പ്രചരണത്തിന് ഇറങ്ങാൻ ഒരുപക്ഷെ ചിന്ത അവിടെ ഉണ്ടാകില്ല. കാരണം കൈവച്ച് തുടങ്ങി നാട്ടുകാരെന്നാണ് മനസ്സിലാകുന്നത്. കൊല്ലത്ത് നിന്ന് കെട്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ മുകേഷിനോട് അവർ ക്ഷമിച്ചു എന്ന് വരും, ചിന്തയോട് ഒട്ടും ക്ഷമിക്കാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വ്യക്തമാകുന്നത്.